ഗായ്സ് നമുക്കിനി തീരെ സമയമില്ല. കാരണം പീച്ചി ഡാമിത്തെ ഷട്ടർ തുറക്കാറായി. ഇന്ന് 10:10 11 മണിക്ക് തുറക്കുന്ന പറഞ്ഞുള്ളത്. ഇപ്പോൾ സമയം 10:30 അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷട്ടർ തുറക്കുന്നത് കാണാൻ പറ്റും. ചേച്ചിയും ഉണ്ണിയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും കൊണ്ട് പോകാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് വേഗം പീച്ചിയെ പോകാം, എന്നിട്ട് ഷട്ടർ തുറക്കുന്നത് കാണാം. അപ്പോൾ പീച്ചി ഡാം കാണാൻ പോയിക്കൊണ്ട് കാണുന്നത് ഉണ്ണീനെയും ചേച്ചീനെ എടുത്തിട്ടുണ്ട്. ഷട്ടർ തുറക്കണേ മുന്നേ എത്താൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. എത്തുമെന്ന് തോന്നുന്നു. പോകാൻ എന്തായാലും നമുക്ക് ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ പീച്ചി ഡാമിലേക്ക് എത്തിയോക്കാണ്. പക്ഷേ പീച്ചി ഡാമിൽ എത്തിയപ്പോൾ ഒരു കാര്യം കേട്ടു, ഇവിടെ എന്തായാലും ഇപ്പോൾ തുറക്കില്ല, 2 മണിയാവും തുറക്കുമ്പോൾ എന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മൾ 11 മണിക്ക് വേണ്ടിയിട്ട് ഓടിപ്പടഞ്ഞൊക്കെ വന്നതാണ്, പക്ഷേ തുറന്നിട്ടില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വെറുതെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ്. എനിക്ക് ഡാമിലേക്കുള്ള കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ തുറന്നിട്ടില്ല. 2 മണി ആവണ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും തുറക്കാൻ വേണ്ടിയിട്ട്. 2 മണി ആയാലാണ് ഇപ്പോൾ തുറക്കുള്ളൂ. അതുവരെ അവിടെ പോസ്റ്റാണ്. ഇപ്പോൾ സമയം 11 മണിയായിട്ടുള്ളൂ. അതെന്ത് കളിക്കാൻ നിൽക്കണത്. അവിടെ ഒരു മണ്ടം കയറിയിട്ടുണ്ട് ഒഴുകാൻ വേണ്ടിയിട്ട്. ഒഴുകി അതുപോലെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ആ ഉണ്ണി പോയതല്ലേ. ഇവിടെ താഴെ വെള്ളം കൊടുക്കുന്നുണ്ടോ? വേണ്ട പോരെ പോരെ. എനിക്ക് ഒരാളും കൂടി കയറി ഒഴുകി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആ നടക്ക് നോക്കി നടന്നോളോ. നമ്മൾ പീച്ചിയുടെ ആ ഒരു എന്താ പറയുക ഗാർഡനിലാണ് നിൽക്കുന്നത്. ഗാർഡനിൽ ഇപ്പോൾ ഗാർഡനിൽ കൂടെ നടന്ന് നമ്മൾ പീച്ചിയുടെ താഴെ എത്തിയൊക്കെയാണ്. ഡാം കാണാൻ വേണ്ടി വന്നപ്പോൾ കിട്ടിയ 2 സുഹൃത്തുക്കളാണ് ഇവർ. പേര് ക്രിസ്റ്റോ. രണ്ടുപേരും അവിടെ തൃശ്ശൂർ ഒല്ലൂരാ വീട്ടിട്ടവർ രണ്ടുപേരും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഇവിടെ മൊത്തം നടന്ന് കണ്ടുകൊണ്ടിരിക്കണത്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ പെടാൻ വേണ്ടി പോണത്. ഏത് വെള്ളം തുറക്കാണ്ടാവുമ്പോൾ തുറക്കില്ലെന്നൊക്കെ പറയണേക്കുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ആയിട്ടില്ല എന്ന് ഇപ്പോൾ പറയണേ. പക്ഷെ ഞങ്ങൾ 11 മണിക്ക് വന്നാൽ വെള്ളം വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്തായാലും വെള്ളമായിട്ട് നമുക്ക് തുറക്കും നോക്കാം. നമ്മളിപ്പോൾ ഡാമിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. തുറക്കും നോക്കാം. 2 മണി പറഞ്ഞവരിപ്പോൾ 4 മണിയാവുന്നൊക്കെ അവിടെ സെക്യൂരിറ്റി അതിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് പിന്നെയും വൈകാൻ സാധ്യതയുണ്ട് തുറക്കാൻ വേണ്ടിയിട്ട്. 11 മണിക്ക് വന്നേട്ടാ. ഇപ്പോൾ ആൾക്കാരൊക്കെ അത്യാവശ്യം ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും 11 മണി പ്രതീക്ഷ വന്നു 2 മണി പ്രതീക്ഷ വന്ന് നിൽക്കണവരാ. എന്താവുമെന്ന് കണ്ടറിയാം. തുറക്കാൻ കാണാൻ പറ്റാവോ. ഇപ്പോൾ ഡാമിൽ നേരെ താഴേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ മറ്റേ KICBയുടെ വെള്ളം ചാടുന്നത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ കാണാവുള്ളൂ. ഡാം തുറക്കുന്നത് എപ്പോഴാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുകൊണ്ട് നിൽക്കണത്. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ട് തൽക്കാലം അവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ട് ഇവിടെ നിൽക്കാൻ കുറച്ച് നേരം അത് നല്ലത്. എത്ര നേരം അറിയില്ലടാ. തുറക്കണ നേരം അവിടെ നിൽക്കാം. തുറക്കൊന്ന് നോക്കിയിട്ട് പോകാൻ തുറക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാം. പക്ഷെ അവർ ടൈം മാറ്റാനുള്ളൂ. തുറക്കില്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് പ്രതീക്ഷ എന്നുകൊണ്ടൊക്കെ ഒരു പ്രതീക്ഷ നോക്കാം. ഇത് തൽക്കാലം ഇത് കണ്ടിരിക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഡാമിൻ്റെ തൊട്ട് താഴെയാണോ നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ഒരു കിടപ്പുണ്ടായിരുന്നു നിൽക്കണ പോലെ. അയ്യോ വേണ്ട. ഡാമിൻ്റെ നേരെ താഴെ ഫോണൊക്കെ കൈ ഇറക്കിണ്ട്. തുറക്കണത് ഇവിടെ നിന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. തുറക്കാൻ വേണ്ടി കുറച്ച് പേരൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആൾക്കാർ നിറഞ്ഞു. പാലത്തിൻ്റെ അവിടെ ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട് തുറക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ ഉദ്യോഗസ്ഥരും വന്നിട്ട് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 മണിക്ക് തന്നെ തുറക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം എടുത്ത് ഷട്ടർ പോകുന്നുണ്ട്. ഏകദേശം 6 ഒരു ഷട്ടർ തുറന്നു. 2ാമത്തെ ഷട്ടർ തുറക്കുന്നുണ്ട്. പിന്നെ ഇന്നേന്ന് നടത്തണ്ടേ 4 പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും. 4 ഇഞ്ച് ഇത്ര തുറക്കണമെന്നുണ്ട്. 4 ഇഞ്ചായിട്ട് തുറക്കണമല്ലോ. 4 ഇഞ്ച് തുറന്നുകൊണ്ട് തോന്നുന്നു. അടുത്ത ഷട്ടർ തുറക്കാൻ സൗണ്ട് കേൾക്കാണ്ട് തുറന്നു. 2ാമത്തെ ഷട്ടർ തുറന്നിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇതിപ്പോൾ ബീച്ചിൽ രണ്ടാമത്തെ ഷട്ടർ തുറന്നേ വെള്ളം വന്നിട്ടുണ്ട്. കറക്റ്റ് 2 മണിക്ക് മുന്നേ അവർ തുറന്നട്ടോ. 1:48 തുറന്നട്ടോ. നിലവിൽ ഇപ്പോൾ 2 ഷട്ടറുകളാണ് തുറന്നത്. 4-5 വീട് തന്നെ ഞാൻ തോന്നുന്നു. അതൊക്കെ പിന്നെ അറിയുള്ളൂ. നമുക്ക് 4-5 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത് തുറക്കുന്നുണ്ട്. അവിടെ മുകളിൽ തുറക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ അടുത്തേക്ക് പോകാൻ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചു തുറക്കണം അവര്. നോക്കാം 4 ഷട്ടറും തോന്നിയാണ് ചെറിയ രീതിയിൽ. നമ്മുടെ പീച്ചി ഡാമിൻ്റെ ഷട്ടർ തുറന്ന കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി കൊണ്ടിരിക്കുക. നേരെ വീട്ടിൽ പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് നേരം വേഗം പറഞ്ഞ് ഓടിപ്പടഞ്ഞ് പോയി. കറക്റ്റ് 11 മണിക്കാണ് അവിടെ എത്തി. പക്ഷേ ഷട്ടർ തുറക്കുന്നത് 2 മണിക്കാക്കി അവർ. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെറിയൊരു പോസ്റ്റ് കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ 11 മണി തൊട്ട് 2 മണി വരെ അവിടെ കിടന്ന് നടന്നിട്ടേ കാല് പിന്നെയും നീര് വന്ന് മുട്ടിയിട്ടുണ്ട്. ആണോ ഈ അവസ്ഥയിലായി പിന്നെയും കാല് ഇതാണ് പൊട്ടി വെക്കുന്നത് കേട്ടോ. ഈ അവസ്ഥയിലേക്ക് കാല് പിന്നെയും മാറിയിരിക്കുകയാണ്. എന്താ ചെയ്യുക? ഇനി കാലനക്കാണ്ട് 2 ദിവസം ഫുൾ റെസ്റ്റ്. കാരണം കാലം അനങ്ങുമ്പോഴാണ് നീര് വരുന്നത്. ഇന്ന് കാലത്ത് നീരൊന്നും ഉണ്ടായിരുന്നില്ല. നീരൊക്കെ അത്യാവശ്യം പറ്റിയതായിരുന്നു. പക്ഷേ അത് വൈകുന്നേരം ആയപ്പോഴേക്ക് പിന്നെയായി. എന്തായാലും നമുക്കിനി കുറച്ച് റെസ്റ്റ് എടുക്കാം. കാലം മരിയൊക്കെ വെച്ച് റെസ്റ്റ് എടുക്കാം ഗായ്സ്. അപ്പോൾ ഞാൻ ബീച്ചിൽ പോയി വന്നതിന് ശേഷം പിന്നെ എങ്ങോട്ടും പോയില്ല. പിന്നെ ഇവിടുത്തെ TV കണ്ടിരുന്നു, ഇവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങായി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളത്തെ വീഡിയോയിൽ കാണാം. സീ യു.